അമൂല്യമായ ജലസമ്പത്ത് സംരക്ഷിക്കാൻ സമൂഹം വലിയ പോരാട്ടം ഏറ്റെടുക്കണമെന്ന് ലോക ജലദിനത്തിൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ വടക്കാഞ്ചേരി നഗരസഭ സന്ദർശിച്ചതിനു ശേഷം സംസാരിക്കുകയായിരുന്നു ചീഫ് സെക്രട്ടറി. നാം കുടിക്കുന്ന ജലത്തിൽ വിവിധ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുകയാണ്. കോളിഫോം ബാക്ടീരിയയുടെ അളവ് വലിയ തോതിൽ ഉയരുന്നത് വെല്ലുവിളിയാണ്. അമൂല്യമായ ജലസമ്പത്ത് വരും തലമുറയ്ക്ക് ഏറെ മികവോടെ കൈമാറണമെന്നും ആവശ്യപ്പെട്ടു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനൊപ്പം കുമ്പളങ്ങാടുള്ള ഡംപ് സൈറ്റിൽ സന്ദർശനം നടത്തിയ ചീഫ് സെക്രട്ടറി വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ സമൂഹത്തിന്റെ വിവിധ കോണുകളിലുള്ളവരുമായി സംവദിച്ചു. കേരളത്തിന്റെ പുരോഗതിയിൽ കുടുംബശ്രീകൾക്ക് വലിയ പങ്കുവഹിക്കാനുണ്ടെന്ന് പറഞ്ഞ ചീഫ് സെക്രട്ടറി ലഹരിക്കെതിരെയുള്ള പോരാട്ടം കുടുംബശ്രീ ഏറ്റെടുക്കണമെന്നും ആവശ്യപ്പെട്ടു. നഗരസഭയുടെ പ്രവർത്തന മികവിനെ പ്രശംസിച്ചു. ചെയർമാൻ പി.എൻ. സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സേവ്യർ ചിറ്റലപ്പള്ളി എം.എൽ.എ, നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഒ.ആർ. ഷീല മോഹൻ, പി.ആർ. അരവിന്ദാക്ഷൻ, എ.എം. ജമീൽ അബി, സി.വി. മുഹമ്മദ് ബഷീർ, അസിസ്റ്റന്റ് കളക്ടർ അഖിൽ മേനോൻ, സെക്രട്ടറി കെ.കെ. മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. നഗരസഭയും വിവിധ സംഘടനകളും ചീഫ് സെക്രട്ടറിക്ക് ഉപഹാരം നൽകി. എന്തുകൊണ്ട് വടക്കാഞ്ചേരിക്ക് വന്നു എന്നുള്ള ചോദ്യമല്ലോ. എനിക്ക് 93 നഗരസഭകളിൽ നിന്ന് ഞാൻ ഈ വടക്കാഞ്ചേരിയിൽ മാത്രം വരാനുള്ള കാരണം എന്താ എന്നുള്ളത് അറിയണമല്ലോ. തദ്ദേശഭരണ വകുപ്പിൻ്റെ സെക്രട്ടറി ആയിട്ട് ചുമതലയെടുത്തപ്പോൾ നമ്മുടെ മുന്നിലുണ്ടായിരുന്ന വലിയൊരു പ്രശ്നം മാലിന്യ സംസ്കരണം തന്നെയായിരുന്നു. അപ്പം മാലിന്യ സംസ്കരണം ബ്രഹ്മപുരം പ്രശ്നം കൂടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അത് വളരെ തീവ്രമായിട്ട് തന്നെ നമുക്ക് പരിഹരിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ മുൻകാലങ്ങളിൽ കുന്നംകുളം കുറിച്ച് കേട്ടിട്ടുണ്ട്, നമ്മൾ വടകരയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, ഗുരുവായൂരെ കേട്ടിട്ടുണ്ട്. ഈ 3 സ്ഥലത്ത് ഞാൻ പോവുകയും ചെയ്തിട്ടുണ്ട്. അല്ലാതെയുള്ള വേറെയും തെക്കോട്ടുള്ള സ്ഥലങ്ങളും പഞ്ചായത്തുകളെയും പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അടുത്ത കാലത്ത് വടക്കാഞ്ചേരി ചില നല്ല പരിപാടികളൊക്കെ ചെയ്യുന്നു എന്ന് കേൾക്കാനിടയിൽ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ ഒരു വടക്കാഞ്ചേരി നഗരസഭയിൽ ചെന്ന് കണ്ടിട്ട് തന്നെ അവിടെ എന്തൊക്കെ നടക്കുമെന്നറിയോ എന്ന് പറയുകയും പിന്നെ വീഡിയോ ഞങ്ങളുടെ DWSൻ്റെ വീഡിയോ എടുക്കുകയും അത് എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ സെക്രട്ടറിമാരും ഒക്കെ കാണണം എന്ന് പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ വടക്കാഞ്ചേരി മോശമില്ല എന്നുള്ള ഒരു ഇത് മനസ്സിൽ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുണ്ട്. നമ്മൾ അതിദാരിദ്ര്യത്തിൻ്റെ കാര്യം ചെയർമാൻ ഇവിടെ സൂചിപ്പിച്ചു. പക്ഷെ നമ്മൾ അതിദാരിദ്ര്യ പരിപാടി എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അതിദരിദ്രം എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തേണ്ടുന്നത്, അത് കണ്ടെത്തുന്നതിലേക്ക് വേണ്ടി നമ്മൾ ഒരു നഗരവും 2 പഞ്ചായത്തും തിരഞ്ഞെടുക്കുമ്പോൾ തിരഞ്ഞെടുത്ത നഗരം പൈലറ്റായിട്ട് തിരഞ്ഞെടുത്ത നഗരം വടക്കാഞ്ചേരി ആയിരുന്നില്ലേ?